ഇന്ത്യയിൽ ഓരോ വർഷവും ലാൻഡ് സ്ലൈഡിൽ മരിക്കുന്നത് 300ഓളം പേർ. ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകളിൽ ജീവിത സാഹചര്യങ്ങൾ നഷ്ടപ്പെടുന്നവർ ഇതിലും 60 ഇരട്ടി. ഭൂവിസ്തൃതിയുടെ 12% മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളുള്ള ഒരു രാജ്യം. ഹിമാലയവും പശ്ചിമഘട്ടവും ഉൾപ്പെടുന്ന മലനിരകളിൽ അപകടത്തിന്റെ വ്യാപ്തിയേറും. ഇന്ത്യയിലെ ഏതെല്ലാം പ്രദേശങ്ങളാണ് ഏറ്റവും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത്? അതിലൊന്ന് വെസ്റ്റേൺ ഹിമാലയമാണ്. ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തർപ്രദേശ്, ഉത്തരാഞ്ചൽ സംസ്ഥാനങ്ങൾ ആ മേഖലയിലാണ്. പശ്ചിമ ബംഗാളും അരുണാചൽ പ്രദേശും സിക്കിമും ഉൾപ്പെടുന്ന ഈസ്റ്റേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ഹിമാലയ. പിന്നീട് ത്രിപുരയും നാഗാലാൻഡും മിസോറാമും മണിപ്പൂറും സംസ്ഥാനങ്ങളിൽ നീണ്ടുകിടക്കുന്ന നാഗ അരാകൻ പർവ്വതനിരകൾ. കേരളവും തമിഴ്നാടും കർണാടകവും മഹാരാഷ്ട്രയും ഗോവയും എല്ലാം ഉൾപ്പെടുന്ന പശ്ചിമഘട്ടവും നീൽഗിരി മലനിരകളും. പിന്നെ ബാക്കി വരുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇതിൽപ്പെടും. അങ്ങനെ നോക്കിയാൽ ചുരുക്കം സംസ്ഥാനങ്ങളിലൊഴികെ മറ്റെല്ലായിടത്തും ഏത് സമയവും പൊട്ടി വന്ന് ജീവനെടുക്കുന്ന മലകളാണ്. ഇനി ഇക്കാലത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ മേജർ ലാൻഡ് സ്ലൈഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2013 ജൂലൈ 16 ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലുണ്ടായ ഉരുൾപൊട്ടലാണ് അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. 5700 പേരാണ് അതിൽ മരിച്ചത്. 4200 ഗ്രാമങ്ങൾ അതിൽ ബാധിക്കപ്പെട്ടു. 1998 ഒരു ഗ്രാമത്തെ തന്നെ മുഴുവനായും തുടച്ചു നീക്കിയ മാൽപ ഉരുൾപൊട്ടലുണ്ടാവുന്നത്. ഉത്തരാഖണ്ഡിലെ മാൽപ ഗ്രാമത്തിലുണ്ടായിരുന്ന 380 പേരും അതിൽ മരിച്ചു. 1948 സെപ്റ്റംബറിൽ അസമിലെ ഗുവാഹത്തിയിലെ ഒരു ഗ്രാമത്തെ മുഴുവൻ മണ്ണിനടിയിലാക്കിയ 500-ൽ-അധികം ആളുകളെ കൊന്ന ഉരുൾപൊട്ടലിന് സമാനമായിരുന്നു മാൽപയും. 1968 ഒക്ടോബറിൽ 1000-ൽ-അധികം പേരുടെ ജീവനെടുത്ത പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ഉരുൾപൊട്ടൽ. അന്ന് 60 കിലോമീറ്റർ ഹൈവേ 91 കഷ്ണങ്ങളായാണ് മുറിഞ്ഞത്. 2000-ലെ മുംബൈ ലാൻഡ് സ്ലൈഡിൽ 67 പേർ മരിച്ചു. 2001 കേരളത്തിലെ അമ്പൂരിയിലായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ച ലാൻഡ് സ്ലൈഡ്. 40 പേരാണ് അമ്പൂരിയിൽ ഇല്ലാതായത്. 2014 മുംബൈയിലെ മലിനിൽ നടന്ന ഉരുൾപൊട്ടലിൽ 151 പേരാണ് മരിച്ചത്. 100-ലധികം പേർ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. 2016 അസമിൽ, 2017 ഹിമാചൽ പ്രദേശ്, 2018 400 പേരുടെ ജീവനെടുത്ത ഉത്തരാഖണ്ഡ് കുവാരി ലാൻഡ് സ്ലൈഡ്, 2018 കേരളത്തിലുണ്ടായ പുത്തുമല, കവളപ്പാറ ഉരുൾപൊട്ടലുകൾ, 2020 80 പേർ ഇല്ലാതായ പെട്ടിമുടി ഉരുൾപൊട്ടൽ. അങ്ങനെ നീളുന്നു ഈ പട്ടിക. ലാൻഡ് സ്ലൈഡുകൾ തുടർച്ചയായി ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? ഇക്കാരണങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഒരു ഉദാഹരണം മാത്രം പറയാം. കർണാടക സംസ്ഥാനത്ത് 7588.67 കിലോമീറ്റർ സ്റ്റേറ്റ് ഹൈവേയും 56165.48 കിലോമീറ്റർ ഡിസ്ട്രിക്ട് റോഡുകളുമുണ്ട്. 14 നാഷണൽ ഹൈവേകളും 115 സ്റ്റേറ്റ് ഹൈവേകളും ഈ സംസ്ഥാനത്തു കൂടി കടന്നുപോകുന്നു. ഇതിൽ 14 പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും പരിസ്ഥിതി ദുർബല പ്രദേശത്തു കൂടിയാണ്. അതിലൊന്നിലാണ് ട്രക്ക് ഡ്രൈവറായ അർജുനെ ആഴത്തിലേക്ക് തള്ളിയ മണ്ണിടിച്ചിലുണ്ടായത്.